അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിൽ നിന്ന് ഇനിയും ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ എണ്ണപ്പെട്ട രാവുകളും പകലുകളും പടച്ചവനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയിരിക്കുകയാണ്. മനസ്സിൽ തട്ടി 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം, ഒന്ന് ഉള്ളു തുറന്ന് ദുആ ചെയ്യാനുള്ള അവസരം, ഒരിറ്റ് കണ്ണുനീര് പൊഴിക്കാനുള്ള അവസരം, അല്ല പൊട്ടിക്കരയാനുള്ള അവസരം അള്ളാഹു നമുക്ക് തന്നിരിക്കുകയാണ്. തൗബ ചെയ്യാനുള്ള സമയം, ദാനധർമ്മങ്ങൾക്കുള്ള അവസരം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള അവസരം, നമുക്ക് പരിശുദ്ധ ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനിനെയും സ്വർഗത്തിൻ്റെ താക്കോലിനെയും കൈമാറിത്തന്ന തിരുനബി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാനുള്ള അവസരം, സ്വർഗം ചോദിച്ചു നേടാനുള്ള അവസരം, ശിഷ്ടജീവിതം ആഫിയത്തുള്ളതും ബറക്കത്തുള്ളതും ഐശ്വര്യമുള്ളതുമായി കിട്ടാൻ അള്ളാഹുവിലേക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസരം, എല്ലാറ്റിലുമുപരി ഹുസ്നുൽ ഖാത്തിമത്ത് ചോദിച്ചു വാങ്ങാനുള്ള അവസരം, മാതാപിതാക്കൾക്കും ഭാര്യമക്കൾക്കും ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യാനുള്ള സമയം, ഇതൊക്കെ ഇനിയും ബാക്കിയുണ്ട്. ഇനിയുള്ള സമയത്ത് ചെയ്താലും മതി. ചിന്തിക്കുക, ഇനി ഒരു റമദാൻ നമുക്ക് കിട്ടുമോ എന്നറിയില്ല. അനേകം റമദാനുകളെ ആഫിയത്തോടെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. എന്നാലും ഇത് അവസാന റമദാനായാലോ എന്ന ചിന്തയോടെ ബാക്കിയുള്ള മണിക്കൂറുകൾ, ബാക്കിയുള്ള രാപ്പകലുകൾ ധന്യമാക്കുക, ഉപയോഗപ്പെടുത്തുക പരമാവധി. ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഊർജവും തഖ്വയും ലഭിക്കട്ടെ. ഇനിയും മടങ്ങുന്നില്ലെങ്കിൽ ഇനി എന്നാണ് നാം തിരിച്ചറിവുള്ളവരാവുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രി അല്ലാഹ് വമാ നസല മിനൽ ഹഖ്. വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലയോ? വല്ലാത്തൊരു ചോദ്യമാണത്. അലം യഅ്നി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് ഇനിയും സമയമായില്ലയോ? എന്തിന്? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രി അല്ലാഹ്, പടച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിലായി അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടുന്നതിന് ഇനിയും സമയമായില്ലേ? അള്ളാഹുവിനെ ഓർത്ത് ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹു അവതരിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിൽ തലകുനിക്കാൻ ഇനിയും സമയമായില്ലേ? മാഷാ അല്ലാഹ്. അള്ളാഹു അത്തരം സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. റമദാനിലെ അവസാനത്തെ മഗ്‌രിബിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വിശുദ്ധ ഖുർആൻ പാരായണത്തിലും ദിക്റുകൾ ഉരുവിടുന്നതിലും സ്വലാത്തുകൾ പോലുള്ള അള്ളാഹു പൊരുത്തപ്പെട്ട അമലുകളിൽ മുഴുകി ഇഫ്താറിന് മുമ്പും ശേഷവും ദുആ ചെയ്ത് പരിശുദ്ധ റമദാനിനെ യാത്രയാക്കുക. അനാവശ്യങ്ങളിലായി മുഴുകിക്കൊണ്ടല്ല റമദാനിനെ യാത്രയാക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സയ്യിദുന ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തി അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടുന്ന് ഉരുവിട്ടൊരു ദുആയില്ലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ ദുആയാണ് നമ്മളും ചൊല്ലേണ്ടത്. റമദാൻ അവസാനിച്ച് യാത്രയാക്കുന്ന സമയത്ത് ചൊല്ലേണ്ടുന്ന ദുആയാണ്. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക, റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹുവിലേക്ക് പോയി പരിചയമുള്ള ദുആയാണത്. റബ്ബനാ തഖബ്ബൽ മിന്ന, പടച്ചവനെ ഈ പരിശുദ്ധ റമദാനിൽ പാവപ്പെട്ട ഈ അടിമ ചെയ്ത നോമ്പ്, ഖുർആൻ ഓതൽ, ദിക്റ് ചൊല്ലൽ, നിസ്കാരം, തറാവീഹ് ഇതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ, ഞങ്ങൾക്ക് നീ തൗബ ചെയ്ത് ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണം അല്ലാഹ്. ഇങ്ങനെ ആ ദുആ ചെയ്യാം. അങ്ങനെ പരിശുദ്ധ റമദാനിനെ യാത്ര അയച്ചാൽ നമുക്കുള്ള ആഘോഷങ്ങളിലൊന്നാണ് ചെറിയ പെരുന്നാൾ.
ഒരു മാസത്തെ റമദാൻ വ്രതത്തിലൂടെ ആത്മനിർവൃതിയടഞ്ഞ വിശ്വാസിക്ക് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണ് ഈദുൽ ഫിത്തർ. 30 ദിവസം പ്രത്യേക നിയന്ത്രണത്തിൽ ജീവിച്ചും സുഖാസ്വാദനങ്ങൾ വർജിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിച്ച വിശ്വാസിക്ക് മാത്രമേ പെരുന്നാളിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ അർഹതയുള്ളൂ. അള്ളാഹു വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിലും നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചവരിലും നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഹിജ്റ 2-ാം വർഷമാണ് ഈദുൽ ഫിത്ർ നിയമമാക്കപ്പെട്ടത്. റമദാൻ നോമ്പ് നിർബന്ധമാക്കിയ അതേ വർഷം. ആഘോഷങ്ങൾ പലതും കാണുന്നവരാണ് നാം. ഈ ആഘോഷങ്ങൾക്ക് ഭക്തിയുടെ നിറമോ ആത്മീയതയുടെ സുഗന്ധമോ ഇല്ല. ആഭാസങ്ങളും അനാചാരങ്ങളും അരുതായ്മകളും മാത്രമാണ് അവയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് സുന്നത്താക്കി തന്ന പെരുന്നാളിന്റെ പ്രസക്തിയും. അത്യധികം നന്ദിബോധത്തോടു കൂടിയാണ് വിശ്വാസികൾ ഈ സുദിനത്തെ വരവേൽക്കേണ്ടത്. തക്ബീർ, ഫിത്ർ, സക്കാത്ത് കൊടുക്കുക, പെരുന്നാൾ നിസ്കാരം, പ്രാർത്ഥനകൾ, ദാനധർമ്മങ്ങൾ, കുടുംബ സന്ദർശനം, സൗഹൃദം പുതുക്കൽ, ഇവയൊക്കെയാണ് നമ്മുടെ ആഘോഷങ്ങളും നന്ദി പ്രകടനങ്ങളും. അതുപോലെ നമ്മുടെ ആഘോഷം അങ്ങനെയാവണം. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ദിവസം കൂടിയാണ് പെരുന്നാൾ ദിവസം. റമളാനിന്റെ അവസാന പകലിന്റെ സൂര്യാസ്തമയത്തോടെ തക്ബീറിന്റെ സമയം തുടങ്ങുകയായി. ഈ തക്ബീർ പിറ്റന്നാൾ അഥവാ പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത് വരെ എല്ലായിടത്തും എല്ലാ സമയത്തും എല്ലാവർക്കും സുന്നത്താണ്. വിസർജന സ്ഥലങ്ങൾ പോലുള്ള വൃത്തിഹീനമായ ഇടങ്ങളിൽ മാത്രമേ തക്ബീർ ചൊല്ലാൻ പാടില്ലാത്ത ഇടങ്ങളുള്ളൂ. നമ്മുടെ വീടുകളിലൊക്കെ മാതാപിതാക്കളും ഭാര്യമക്കളും ഒരുമിച്ചിരുന്ന് തക്ബീർ മജ്‌ലിസ് തന്നെ സംഘടിപ്പിക്കുക. ഇടയ്ക്കിടെ ഈ പെരുന്നാളിനെയൊക്കെ നമുക്കായി സമർപ്പിച്ച തിരുനബി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകളും ഉരുവിടുക. അന്യ പുരുഷന്മാരില്ലെങ്കിൽ സ്ത്രീകൾക്കടക്കം എല്ലാവർക്കും ഈ തക്ബീർ ഉറക്കെ ചൊല്ലാം. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിനു അഅയാദകും ബിത്തക്ബീർ. നിങ്ങളുടെ പെരുന്നാൾ ദിവസത്തെ നിങ്ങൾ തക്ബീർ കൊണ്ട് അലങ്കരിക്കുക. മാഷാ അല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ തക്ബീർ മന്ത്രങ്ങൾ കോടിക്കണക്കിന് അള്ളാഹുവിലേക്ക് എത്തട്ടെ. ആ കൂട്ടത്തിൽ നമ്മളും പങ്കാളിയാവുക. പാവപ്പെട്ട പലസ്തീനിലെ ജനങ്ങൾക്ക് അള്ളാഹു ആ തക്ബീറിന്റെ ബറക്കത്ത് കൊണ്ട് മോചനം നൽകട്ടെ. എത്ര മനോഹരമാണ് ആ വചനങ്ങൾ, എത്ര അർത്ഥവത്താണ് ആ വചനങ്ങൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീല. മാഷാ അല്ലാഹ്. ഇങ്ങനൊരു തക്ബീർ ഏത് സമുദായത്തിനാണുള്ളത്? ഇത് ഉരുവിടാൻ ഭാഗ്യം കിട്ടുന്ന നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. പക്ഷേ നാം ആ സമയം ഉപയോഗപ്പെടുത്താറുണ്ട്. വളരെ കുറഞ്ഞ സമയമേ ചെറുപെരുന്നാൾ തക്ബീർ ചൊല്ലാനുള്ളൂ. പെരുന്നാളിന്റെ മാസം കണ്ടത് മുതൽക്ക്, ശവ്വാലിന്റെ മാസം കണ്ടത് മുതൽക്ക് നിസ്കാരത്തിന്റെ സമയം വരെ. അപ്പൊ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. പെരുന്നാൾ രാവും ഒരുപാട് പുണ്യമുള്ള രാവാണ്. തക്ബീർ, സ്വലാത്ത് പോലുള്ള ഇബാദത്തുകളിൽ മുഴുകുന്നത് മഹത്വമുള്ളതാണെന്ന് ഓർക്കുക. തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ളത് പോലെ പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകം സുന്നത്തുകളാണ് കുളിക്കുക, പുതുവസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക എന്നിവയെല്ലാം. മൈലാഞ്ചൊക്കെ ഇടാം. മൈലാഞ്ചി ഇടൽ അനുവദനീയമായവർക്ക് മൈലാഞ്ചി ഇടാം. പക്ഷേ ഇന്നത്തെ ചില ആർട്ടിഫിഷ്യൽ മൈലാഞ്ചികളുണ്ട്. അത് എൻ്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ശർക്കര മൈലാഞ്ചി, പലതരത്തിലും പേരുകളിലും മാർക്കറ്റുകളിൽ മൈലാഞ്ചി കാണാം. ഇസ്ലാം അനുവദിച്ച മൈലാഞ്ചി ആ ചെടിയിൽ നിൽക്കുന്ന ഇലയുടെ ആ കളറാണ്. ഇന്ന് കിട്ടുന്ന ശർക്കര മൈലാഞ്ചി മറ്റുമൊക്കെ നമ്മുടെ കൈമലോ അല്ലെങ്കിൽ നഖത്തിലോ ഒക്കെ അതായാൽ അത് വുദൂഇന്റെ വെള്ളം ചേരുന്നതിന് തടസ്സമായതായാൽ നിസ്കരിക്കുന്നതിന് മുമ്പ് അത് കളഞ്ഞെങ്കിൽ മാത്രമേ വുദൂ ശരിയാവുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില മൈലാഞ്ചി കയ്യിലിട്ടാൽ അത് മാന്തിയാൽ, വിരൽ കൊണ്ടോ മറ്റോ മാന്തിയാൽ അടർന്നു പോരുന്ന രൂപത്തിൽ അതിന് കട്ടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നഖത്തിൽ അത് പറ്റിപ്പിടിക്കുന്ന
കത്തി കൊണ്ടോ മറ്റോ ഒക്കെ ഇങ്ങനെ വരണ്ടിയാൽ ഉതിർന്നു വീഴുന്ന രൂപത്തിൽ കട്ടിയുള്ളതാണ്. നമുക്കറിയാലോ, വെള്ളം ഉള്ളിലേക്ക് ചേരൂല, അപ്പോൾ നമ്മുടെ വുദു സ്വഹിയാവൂല. അപ്പം നമ്മുടെ മൈലാഞ്ചി അപകടം വരുത്തും, അത് ശ്രദ്ധിക്കാം. പെരുന്നാൾ ദിവസത്തിലെ സുപ്രധാന കർമ്മമാണ് പെരുന്നാൾ നിസ്കാരം. സുബൈ നിസ്കരിക്കുന്നവർക്കാട്ടെ പെരുന്നാൾ നിസ്കാരം. ഫർള സുബൈ ഒഴിവാക്കിയിട്ട് സുന്നത്തായ പെരുന്നാളില്ല, നിസ്കാരമില്ല. പുരുഷനും സ്ത്രീക്കും ഒക്കെ അത് സുന്നത്താണ്. അത് ഈ സമുദായത്തിന്റെ സവിശേഷ ആരാധനയുമാണ്. സൂര്യോദയം മുതൽ ദുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. എന്നാലും സൂര്യൻ ഉദിക്കുന്നതോടെ സമയം തുടങ്ങുമെങ്കിലും സൂര്യൻ ഉദിച്ച് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കുന്നതാണ് ഉത്തമം. ഉച്ചയ്ക്ക് ശേഷം നിർവഹിച്ചാൽ ഖളാ ആയി പരിഗണിക്കും. പെരുന്നാൾ നിസ്കാരം ഒറ്റക്കായും സംഘടിതമായി നിർവഹിക്കാവുന്നതാണ്. ജമാഅത്തായി നിർവഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് ചെറിയ പെരുന്നാളിന് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ശേഷം നിസ്കാരത്തിന് പോവുക എന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തമറാത്തിൻ വയഅകുലുഹുന്ന വിത്റാ. ഏതാനും കാരക്കകൾ തിന്നിട്ടല്ലാതെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ പെരുന്നാൾ ദിവസം നിസ്കാരത്തിന് വേണ്ടി പോകാറില്ല. കാരണം തലേന്ന് വരെ നോമ്പല്ലേ, ഇന്നപ്പം എന്തെങ്കിലും തിന്നിട്ട് പോവുക. അവ ഒറ്റയായാണ് നബി തങ്ങൾ തിന്ന. വയക്കുലൂന്ന വിത്രാന, ഒന്നിരിക്കൽ 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7, ഇങ്ങനെ ഒറ്റയായിട്ടാണ് നബി തങ്ങൾ തിന്ന. പെരുന്നാൾ നിസ്കാരം വളരെ സിമ്പിളായി ആർക്കും നിർവഹിക്കാവുന്നതാണ്. സഹോദരിമാരെയൊക്കെ പരിഗണിച്ച് ഞാൻ അതിൻ്റെ രൂപം ചെറുതായെന്ന് പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അതൊക്കെ നിർവഹിക്കണം. പെരുന്നാൾ നിസ്കാരത്തിന് സാധാ നിസ്കാരങ്ങളെ പോലെ ബാങ്കും ഇഖാമത്തൊന്നുമില്ല, അതൊന്നും സുന്നത്തില്ല. 2 റക്അത്താണ് ഈ നിസ്കാരം. നിയ്യത്ത് എന്താ? ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ജമാഅത്തായിട്ടാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കൂട്ടിക്കൊടുക്കാം. ഈ നിയ്യത്ത് വെച്ച് സാധാ നിസ്കാരങ്ങളെ പോലെ ഫർദായ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി എന്നിട്ട് വജ്ഹത്ത് ഓതുക. ശേഷം ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ തക്ബീർ കെട്ടി വജ്ഹത്ത് ഓതി ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും കൈകൾ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചെല്ല. ഒരു തക്ബീർ കൂടി അല്ലാഹു അക്ബർ ചെല്ല. എന്നിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന പരിശുദ്ധമായ ദിക്ർ ചെല്ല. എന്ന ദിക്ർ ഒരു പ്രാവശ്യം ചെല്ല. എന്നിട്ടോ വീണ്ടും കൈകൾ ഉയർത്തി തക്ബീർ ചെല്ല. ശേഷം ഇതേ ദിക്ർ ചെല്ല. ഇങ്ങനെ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പായി ഫർദായ തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെ 7 തക്ബീറുകളും ആ ഓരോ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുകയും ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഈ നിസ്കാരത്തിലുള്ള പ്രത്യേകത. പിന്നീട് തക്ബീർ 7 ചൊല്ലിയതിനു ശേഷം അഊദും ബിസ്മിയും ചൊല്ലി ഫാത്തിഹ ഓതുക. ശേഷം നമുക്ക് അറിയുമെങ്കിൽ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്ന് തുടങ്ങുന്ന ഖാഫ് സൂറത്ത് ഓതൽ സുന്നത്താണ്. അറിയില്ലെങ്കിൽ സബ്ബിസ്മ ഓതിയാൽ മതി. അതും അറിയില്ലെങ്കിൽ കാഫിറൂന സൂറത്ത് ഓതിയാൽ മതി. പിന്നീട് മറ്റു നിസ്കാരങ്ങളെ പോലെ റുക്കൂഉം സുജൂദുമെല്ലാം നിർവഹിച്ച് 2ാമത്തെ റക്അത്തിലേക്ക് സാധാരണത്തെ പോലെ തക്ബീർ ചൊല്ലി ഉയരണം. ഈ 2ാമത്തെ റക്അത്തിലും ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് 5 തക്ബീറുകളും ആ തക്ബീറുകൾക്കിടയിലും നേരത്തെ പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുകയും വേണം. ഈ ദിക്റും സുന്നത്താണ്. പിന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ഫാത്തിഹ നേരത്തെ പോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്തറബത്തി സ്സാഅത്തു വൻഷഖൽ ഖമർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖമർ ഓതൽ സുന്നത്താണ്. അതറിയില്ലെങ്കിൽ അത്താക്ക ഹദീസുൽ ഗാശിയ ഓതണം. അതും അറിയില്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു പോലുള്ള സൂറത്ത് ഓതിയാൽ മതി. ഈ ഒരു വ്യത്യാസം മാത്രമാണ് പെരുന്നാൾ നിസ്കാരത്തിലുള്ളത്. ഉദാഹരണമായിട്ട് ളുഹറിന്റെ സുന്നത്ത് നിസ്കാരവും പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം തമ്മിലുള്ള വ്യത്യാസം എന്താ? 1ാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിനെ കൂടാതെ ഫാത്തിഹയ്ക്ക് മുമ്പ് 7 തക്ബീറുകളും 2ാമത്തെ റക്അത്തിൽ അതിലേക്ക് ഉയരുന്ന തക്ബീറിനെ കൂടാതെ 5 തക്ബീറുകളും അവക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലലുമാണ് വ്യത്യാസം. വേറൊരു വ്യത്യാസവും പെരുന്നാൾ നിസ്കാരത്തിനില്ല. ഈ തക്ബീറുകൾ എല്ലാവർക്കും ഉറക്കെ ചൊല്ലലാണ് സുന്നത്ത്. അഥവാ സാധാരണ നമ്മൾ ചൊല്ലുന്നത് പോലെയല്ല, അതിനേക്കാൾ കുറച്ച് ഉച്ചത്തിൽ ചൊല്ല. ഇടക്കുള്ള ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ദിക്റോ അത് പതുക്കെ ഓതലുമാണ് സുന്നത്ത്. ഈ 7ഉം 5ഉം തക്ബീറുകൾ നിർബന്ധമാണ്.
അല്ലെങ്കിൽ അവ ചൊല്ലിയില്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം ബാത്തിലാവുമോ? ഇല്ല, അത് നിർബന്ധമല്ല. ചൊല്ലിയില്ലെങ്കിലും നിസ്കാരം ശരിയാവും. ഇത് സുന്നത്താണ്. മറന്നു പോവുകയോ മനഃപൂർവ്വം ഒഴിവാക്കുകയോ ചെയ്താൽ അവയുടെ പ്രതിഫലം ലഭിക്കില്ല എന്ന് മാത്രം. മറന്നതിൻ്റെ പേരിൽ സെഹ്വിൻ്റെ സുജൂദ് ചെയ്യണോ? അതും വേണ്ട. രണ്ടാമത്തെ റക്അത്തിൽ വീണ്ടെടുക്കണോ? അതും വേണ്ട. മറന്ന് ഫാത്തിഹ ആരംഭിച്ചാൽ പിന്നെ തക്ബീറിലേക്ക് മടങ്ങിപ്പോകാനും പാടില്ല. നമ്മൾ മറന്നുപോയി, തക്ബീറത്തിൽ കെട്ടി വജ്ജത്ത് ഫാത്തിഹ തുടങ്ങി, എന്നാൽ പിന്നെ ഈ തക്ബീറുകളിലേക്ക് മടങ്ങാൻ പാടില്ല. സാധാരണ പെരുന്നാൾ നിസ്കരിച്ച് ശീലമില്ലാത്തവരുണ്ടാവും. അതിനാൽ ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവരോ ഈ അധിക തക്ബീറുകൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ എണ്ണം കൂടിപ്പോവുകയോ കുറയുകയോ ചെയ്താലോ ഒന്നും ബേജാറാവേണ്ടതില്ല. സുബ്ഹാനല്ലാഹും ചൊല്ലേണ്ടതില്ല. ഇതിലെല്ലാം നാം ഇമാമിനെ അനുകരിക്കണം. അഥവാ ഇമാം ഉപേക്ഷിച്ചാൽ നാം തക്ബീർ ഉപേക്ഷിക്കുക. ഇമാം എണ്ണം കുറച്ചു പോയി, മറന്നിട്ടാൽ മറ്റോ, നമ്മളും അത്ര ചെല്ലിയാൽ മതി. വർദ്ധിപ്പിച്ചു പോയി ഒരു ഇമാം മറന്ന് 8 ചൊല്ലി, നമ്മളും 8 ചെല്ലണം. ഇനി മസ്ബൂക്കോ, ഇമാമിനോടൊപ്പം ലഭ്യമായ തക്ബീറുകൾ മാത്രം കൊണ്ടുവന്നാൽ മതി. തക്ബീറോ കഴിഞ്ഞ് ഫാത്തിഹ ഓതുമ്പോഴാണ് ഒരു മഅ്മൂമ വന്നതെങ്കിലോ അവൻ എന്ത് ചെയ്താൽ മതി? തക്ബീറത്തിൽ ഇഹ്റാം കെട്ടി ഇമാമിൻ്റെ ഫാത്തിഹ ശ്രദ്ധിക്കാൻ വേണ്ടത്. അവന് പിന്നെ അവിടെ മറ്റേ തക്ബീർ, സുന്നത്താ തക്ബീറുകൾ ചൊല്ലാൻ പാടില്ല. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം 2 ഖുത്ബ പള്ളിയിലൊക്കെ നടക്കലുണ്ട്, അത് സുന്നത്താണ്. പക്ഷെ അത് പ്രായോഗികമായി ചെയ്യാൻ കഴിയാത്തവർക്ക് പ്രശ്നമില്ല. ഇനി ഈ പറഞ്ഞ രൂപത്തിലൊന്നും ഒരാൾക്ക് സാധ്യമല്ല, ഈ തക്ബീർ ഒന്നും ചെല്ലാനൊരാൾക്ക് കഴിയൂല, അത് മനസ്സിലാവുന്നില്ല. എന്നാൽ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ളുഹറിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ 2 റക്അത്ത് അങ്ങ് നിസ്കരിച്ചാൽ ആ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കരിച്ച സുന്നത്ത് കിട്ടും. അതെങ്കിലും എല്ലാവരും ചെയ്യണം. നമ്മുടെ ഈ ക്ലാസ്സൊക്കെ ഉപയോഗപ്പെടണമെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിസ്കാരശേഷം ഹംദും സലാത്തൊക്കെ ചൊല്ലി നന്നായി ദുആ ചെയ്യാം. ഈ നിസ്കാരം തുടങ്ങുന്നതോടെ ചെറിയ സുന്നത്തുള്ള തക്ബീറിന്റെ സമയം അവസാനിച്ചു. വളരെ കുറഞ്ഞ സമയമുള്ള തക്ബീർ, അതെല്ലാവരും ഉപയോഗപ്പെടുത്തും. പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാത്തവർക്കോ ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരേക്കും തക്ബീറിന്റെ സമയമുണ്ട് താൻ. പരിശുദ്ധ പെരുന്നാൾ സുദിനത്തിൽ അനിസ്ലാമിക ആഘോഷ പരിപാടികൾ വർജിക്കാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, എല്ലാവർക്കും അറിയാം. ഹറാം എന്നും ഹറാം തന്നെ. നമ്മുടെ സംസ്കാരത്തെ ഏത് സമയത്തും നാം കാത്തു സൂക്ഷിക്കുക. മൊബൈലിലൂടെയും TV-യിലൂടെയും ഈ പരിശുദ്ധ ദിനത്തിൻ്റെ മഹത്വത്തിന് നിരക്കാത്തതും നാം ആർജിച്ചെടുത്ത പരിശുദ്ധ നോമ്പിൻ്റെ പുണ്യം നഷ്ടപ്പെടുത്തുന്നതുമായ ഹറാമുകളിൽ ഒരു കാരണവശാലും ഒഴുകാതിരിക്കുക. കുടുംബബന്ധം പുലർത്താനും സൗഹൃദം പുലർത്താനും മറക്കരുത്. പക്ഷേ അത് അന്യപുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ സൗഹൃദം കൂടലല്ല, അത് ഉണ്ടാവാൻ പാടില്ല. അത് പെരുന്നാളിലും ഹറാമാണ്, പെരുന്നാൾ അല്ലാത്തപ്പോഴും ഹറാമ് തന്നെ. ഇനി ഇങ്ങനെ സന്ദർശിക്കാനൊന്നും സാധ്യമല്ലാത്ത ആളുകളാണ്, പ്രവാസികളാണ്, അല്ലെങ്കിൽ നാട്ടിലില്ലാത്തവർ, അവരൊക്കെ എന്ത് ചെയ്യുക? ചുരുങ്ങിയത് ഫോണിലൂടെയെങ്കിലും കുടുംബങ്ങളെ വിളിക്കുകയും സന്തോഷം പറയുകയും ഒക്കെ ചെയ്യുക. ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള സംസാരം, അരമണിക്കൂറും ഒക്കെ സംസാരിച്ച് അവർ ബുദ്ധിമുട്ടിക്കരുത്. ഇസ്ലാം അനുവദിച്ച രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെ ആവാം, അതിന് ഇസ്ലാം എതിരല്ല. പെരുന്നാൾ ദിവസത്തിൽ ഫർദ് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുക, മദ്യപാനം, വ്യഭിചാരം പോലുള്ള നിഷിദ്ധങ്ങൾ ചെയ്യൽ, ഇതെല്ലാം കടുത്ത ഹറാമാണ്. അത് നമ്മൾ മറന്നു പോവരുത്. അള്ളാഹു നമ്മെ കാക്കട്ടെ. ചെറിയ പെരുന്നാളിലെ മറ്റൊരു പ്രധാന കർമ്മമാണ് ഫിത്ർ സക്കാത്ത്. പാവപ്പെട്ടവനും സമ്പന്നനും ഒരുപോലെ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുമെന്നതിന് വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കിയത്. എനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ മാതാപിതാക്കള്, ഭാര്യ, മക്കള് തുടങ്ങിയവർക്കും പെരുന്നാൾ രാത്രിക്കും പകലിനും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, തനിക്ക് അനുയോജ്യമായ പാർപ്പിടം എന്നിവയും അതുപോലെ കടവും കഴിച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവന് ഫിത്ർ സക്കാത്ത് നിർബന്ധം. ഇത് നമ്മൾ നല്ലോണം മനസ്സിലാക്കുക. ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ലാത്തവർ വളരെ കുറഞ്ഞവരേ ഉണ്ടാവുള്ളൂ. സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ഫക്കീർ മിസ്കിന്മാർ പോലും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അർഹരാകും. കാരണം അവൻ്റെ ഒരു ദിവസത്തെ ചെലവും അവൻ്റെ മേലുള്ള കടങ്ങളും മാറ്റിവെച്ചാൽ വല്ലതും മിച്ചമുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണല്ലോ. അത്തരം ഫക്കീറുമാർക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ സക്കാത്തിൻ്റെ അരി ഉപയോഗിച്ച് തൻ്റെ സ്വന്തം സക്കാത്ത് വീട്ടാവുന്നതാണ്. വേറൊരാൾ കൊണ്ടുവന്ന അരി, അത് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഫക്കീറാണ്, എനിക്ക് അരി വാങ്ങാനൊന്നും വകുപ്പില്ല, എന്നാൽ എന്തുണ്ട്, കൊടുക്കാൻ ഞാൻ അർഹനാണ് എങ്കിൽ ഈ അരി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അന്നത്തെ ചെലവും കടവും കഴിച്ച് ബാക്കി ഒന്നുമില്ല ഒരാൾക്ക്, അവന് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല, അവനിൽ വിഷമിക്കേണ്ടെന്ന് ആവശ്യമില്ല.
തൻ്റെ ഫിത്ർ സക്കാത്ത് മാത്രം കൊടുത്താൽ മതിയോ? പോരാ. തൻ്റേത് മാത്രമല്ല, താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ, മാതാപിതാക്കള്, മക്കള് എന്നിവരുടേതും നമ്മൾ കൊടുക്കണം. എല്ലാവരുടേതും കൊടുക്കാനുള്ള ശേഷി ഒരാൾക്കില്ല. അങ്ങനെ ഉണ്ടാവാലോ, ഒരാൾക്ക് എല്ലാവരുടെയും കൊടുക്കാനുള്ള ശേഷിയില്ല. എന്നാൽ ആദ്യം ആരുടെ സക്കാത്താണ് കൊടുക്കേണ്ടത്? സ്വന്തം ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇനിയും അവൻ്റെ അടുത്ത് സക്കാത്ത് കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിലോ പിന്നെ ആരുടേതാ കൊടുക്കേണ്ടത്? ഭാര്യയുടെ സക്കാത്ത് കൊടുക്കണം. ഇനിയും ശേഷിയുണ്ടെങ്കിൽ തൻ്റെ ചെറിയ മക്കളുടെ ഫിത്ർ സക്കാത്താണ് കൊടുക്കേണ്ടത്. പിന്നെയും അവൻ്റെ അടുത്ത് ധനമുണ്ടെങ്കിൽ പിതാവിൻ്റെ സക്കാത്താണ് ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ മാതാവിൻ്റെ സക്കാത്ത്. ഇനിയും അവൻ്റെ അടുത്ത് പൈസ ഉണ്ട് എങ്കിൽ ആരുടേത് കൊടുക്കാം? വരുമാനങ്ങളൊന്നുമില്ലാത്ത വലിയ മക്കളുടെ സക്കാത്ത് കൊടുക്കണം. എന്നാൽ ജോലിയും വരുമാനവും ധനവുമൊക്കെ ഉള്ള വലിയ മക്കളുടെ സക്കാത്ത് പിതാവ് കൊടുത്താൽ വീടണമെങ്കിൽ ആ മകൻ്റെ സമ്മതവും വേണം, നിയ്യത്തും ഉണ്ടായിരിക്കണം. മകൻ്റെ നിയ്യത്തും ഉണ്ടായിരിക്കണം. എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 3200 മില്ലി ലിറ്ററാണ്. സക്കാത്തൊക്കെ അളവാണ്. ഇത് ചെറിയ കുട്ടിയുടേതും വലിയവരുടേതും സ്ത്രീയുടേതും പുരുഷൻ്റേതും എല്ലാം ഇതേ അളവാണ് കൊടുക്കേണ്ടത്. കിലോ കണക്കിന് പറയുകയാണെങ്കിൽ പല അരി പലതരത്തിലുണ്ടാവാം. അപ്പം 2 കിലോ 700 ഗ്രാം മുതൽക്ക് 3 കിലോ വരെ കൊടുക്കലാണ് നല്ലത്. 3 കിലോ ആയാൽ വളരെ ഉഷാറായി. അധികം കൊടുത്തതിൻ്റെ സദക്കൻ്റെ കൂലി നമുക്ക് കിട്ടും. എന്നാൽ പിന്നെ പിഴവ് പറ്റില്ല. അതാണ് ഗൾഫ് നാടുകളൊക്കെ 3 കിലോൻ്റെ കീസ് അരി ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചത് കാണാം. എപ്പോഴാണ് ഇതിൻ്റെ സമയം തുടങ്ങുക? മാസം കണ്ടത് മുതൽക്ക് തുടങ്ങി പെരുന്നാളിൻ്റെ ദിവസം അസ്തമിക്കുന്നത് വരെ, അഥവാ 24 മണിക്കൂറാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള അദാ ആയ സമയം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുന്നേ കൊടുക്കലാണ് ഏറ്റവും അഫ്ദൽ, ശ്രേഷ്ഠം. നിസ്കാരത്തിന് ശേഷത്തേക്ക് പിന്തിക്കൽ കറാഹത്തും പെരുന്നാൾ ദിവസം മഗ്രിബിന് ശേഷത്തേക്ക് പിന്തിക്കൽ ഹറാമുമാണ്. എന്നാൽ അത് പിന്നെ അതാ വീട്ടേണ്ട സമയം കഴിഞ്ഞു എന്നർത്ഥം. കലാ വീട്ടണം, അത് വിട്ടുപോകുന്നില്ല. മഗ്രിബായി വിചാരിച്ച് കൊടുക്കാതെക്കാൻ കഴിയും? പറ്റൂല. കലാ വീട്ടൽ നിർബന്ധവുമാണ്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ മഗ്രിബിന്റെ സമയത്ത് എവിടെയാണോ അവിടെ തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മളെ സഹോദരിമാർ അവരുടെ വീട്ടിലായിരിക്കും, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിന് വേണ്ടി ഭാര്യ വീട്ടിലേക്ക് പോയതായിരിക്കും, അല്ലേ? ഉപ്പാനെ കാണാനോ ഉമ്മാനെ കാണാനൊക്കെ പോയതായിരിക്കും. അപ്പോഴാണ് മാസം കണ്ടു എന്ന് വിവരം കിട്ടുന്നത് എങ്കിൽ ആ സഹോദരിമാർ അവരുടെ സക്കാത്ത് അവിടെയാണ് കൊടുക്കേണ്ടത്. തൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള ആ മഹല്ലിലുള്ള മിസ്കിന്മാർക്കാണ് കൊടുക്കേണ്ടത്. പ്രവാസികൾ അവരുള്ള സ്ഥലത്താണ് കൊടുക്കേണ്ടത്. എത്രയോ പാവപ്പെട്ട അർഹരായ പ്രവാസികൾ തന്നെ സക്കാത്ത് വാങ്ങാനുള്ളവരുണ്ടാവും, അവിടെയാണ് കൊടുക്കേണ്ടത്. ഇനി ഒരാൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അരിയൊന്നും കിട്ടാത്തൊരു സ്ഥലത്താണുള്ളത്, അങ്ങനെ ഉണ്ടാവാലോ. അരി വാങ്ങാനും കിട്ടാനില്ല, അരി വാങ്ങിയാൽ കിട്ടാനുണ്ടെങ്കിൽ തന്നെ കൊടുക്കാൻ പറ്റിയ ആളുകളും ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത പ്രദേശം ഏതാണോ അരി കിട്ടുന്ന കൊടുക്കാൻ പറ്റുന്ന ഫക്കീർ മിസ്കിന്മാർ കിട്ടുന്ന സ്ഥലമുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത്. എന്താണ് നിയ്യത്ത്? അരിയൊക്കെ അളന്ന് മാറ്റി വെക്കുക. നമ്മുടെ കുടുംബം 5 ആളാണെങ്കിൽ ആ 5 പേർക്ക് പിന്നെ 3 കിലോ ഇത് കൂട്ടി 15 കിലോ ഈ അരി മാറ്റി ഒരു കീസിലേക്ക്, എല്ലാ അരിയും മാറ്റി അളന്ന് വൃത്തിയാക്കി ഒരു കീസിലേക്ക് വെച്ചതിന് ശേഷം നിയ്യത്ത് വെക്കുക. അള്ളാഹുവിനോട് പറയാം, ബിസ്മി ഹംദും സലാത്തൊക്കെ ചെല്ലുക. എന്നിട്ട് പറയാം, അള്ളാഹുവേ, ഇത് നമ്മൾ മാറ്റി വെച്ച, വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കൈവെക്കുക, ഇത് എൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുണ്ടെങ്കിൽ അപ്പോൾ ഇത് എൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും ഫർളായ ഫിത്ർ സക്കാത്താണ്, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് എന്ന് നിയ്യത്ത് വെക്കുക. ഇത് നിർബന്ധമാണ്. ഈ ആശയമുള്ള നിയ്യത്തില്ലാതെ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ അത് വീടില്ല. അപ്പോൾ ഏറ്റവും നല്ലതെന്താ? ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കുക, അത് മറന്നു വയ്ക്കാം. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള അരി ആദ്യം കണക്ക് നോക്കുക. എത്ര മക്കളാണ്, ഭാര്യ ഉണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കൾ, അവർക്ക് ഓരോരുത്തർക്കും 200 അല്ലെങ്കിൽ 3 കിലോ അരി എടുത്താൽ എത്ര വേണം ആ അരി മാറ്റി വെച്ചതിന് ശേഷം നിയ്യത്ത് വെക്കുക. ഇനി ആർക്കാ കൊടുക്കേണ്ടത് അതും പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 8 വിഭാഗത്തിന് തന്നെ കൊടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അയൽപക്കത്തൊക്കെ കൊടുത്താക്കുക എന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഫിത്ർ സക്കാത്തൊക്കെ അയൽവാസികൾക്ക് കൊടുക്കുക. ആ അയൽവാസികളിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ 8 വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, അപ്പോൾ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം സക്കാത്ത് വീടില്ല. സമ്പന്നരായ അയൽവാസികൾക്ക് സക്കാത്ത് കൊണ്ട് ഫിത്ർ സക്കാത്ത് വീടില്ല. ആരൊക്കെയാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പറയാം. പറഞ്ഞ 8 വിഭാഗം. 1 ഫക്കീർ. ആരാണ് ഫക്കീർ? തനിക്കും തൻ്റെ ഭാര്യക്കും മക്കൾക്കും അനുയോജ്യമായ വീടും ഭക്ഷണവും വസ്ത്രവും കൊടുക്കാനുള്ള
പണമില്ലാത്തവനാണ് ഫക്കീർ എന്ന് പറയുന്നത്. നമുക്ക് വേഗം മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാം, ഒരു ദിവസത്തെ ജീവിതത്തിന് 1000 രൂപ വേണ്ട ഒരാൾക്ക് അവന് 300 400 ഒക്കെ കിട്ടുന്നുള്ളൂ. അവനെക്കുറിച്ചാണ് ഫക്കീർ എന്ന് പറയാം. ഖുർആനിൽ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആരാ? മിസ്കീനാണ്. മിസ്കീൻ ഫക്കീറിനേക്കാളും മെച്ച, അഥവാ 1000 രൂപ ദിവസം ആവശ്യമുള്ളവനാണ്, പക്ഷെ അവന് 700 ഒക്കെ കിട്ടുന്നുണ്ട്, 600 700 കിട്ടുന്നുണ്ട്, എങ്കിൽ അവൻ മിസ്കീനാണ്, അവനും സക്കാത്ത് കൊടുക്കാം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം സക്കാത്തിന്റെ ഉദ്യോഗസ്ഥർ എന്ന പോലെ ആമിലീനായ ആ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥർ. ഇത് നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഭരണമില്ലാത്തതില്ല, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണ് അതുണ്ടാവുക. നാലാമത്തെ വിഭാഗം വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത പുതുമുസ്ലിമീങ്ങൾ. എന്നോ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരൊന്നല്ല, അവരൊന്നും വലിയ സമ്പന്നരേക്കാരോ, അതല്ല. ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുമുസ്ലിമീങ്ങൾ, അവര് ആ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് പ്രോത്സാഹനമാകുന്ന രൂപത്തിൽ അവർക്ക് നമുക്ക് സക്കാത്ത് കൊടുക്കാം. അഞ്ചാമത്തെ വിഭാഗം അടിമത്തത്തിൽ നിന്ന് മോചനപത്രം എഴുതപ്പെട്ടവരാണ്, അവരും ഇന്നില്ല, ഇതിനെക്കുറിച്ച് പറയേണ്ടെന്ന് ആവശ്യമില്ല. ആറാമത്തെ വിഭാഗം കടത്തിൽപ്പെട്ട് വലഞ്ഞു പോയവൻ, അനുവദനീയമായ കാര്യങ്ങൾക്ക് അനുവദനീയ രൂപത്തിൽ കടം വാങ്ങുകയും അത് കൊടുത്തു വിട്ടേണ്ട സമയമായിട്ടുണ്ട്, പക്ഷെ അതിനുള്ള പൈസ ഇല്ലാത്തൻ, അവൻ നമുക്ക് പൈസന്റെ സക്കാത്ത് കൊടുക്കാം, ഫിത്ർ സക്കാത്തൊക്കെ കൊടുക്കാം. ഏഴാമത്തത് ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്തുള്ള ആ നാട്ടിൽ ഇസ്ലാമിക യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കൾ. ഇസ്ലാമിക രാജ്യമാണ്, അവിടെ ഇസ്ലാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കൾ, അതും ഇന്ന് നമ്മുടെ നാട്ടിലില്ല. പിന്നെ എട്ടാമത്തേത് ഹലാലായ യാത്രക്കിടെ അനുവദന ഹജ്ജിനോ ഉംറക്കോ സിയാറത്തിനോ പോലുള്ള ഹലാലായ യാത്രക്കിടെ ചെലവിനുള്ള പൈസ തീർന്നു പോയവർ, അത് തീർന്നുപോയി, അവർക്കും എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം. ഈ 8 വിഭാഗങ്ങൾക്കല്ലാതെ ഒരു സക്കാത്തും കൊടുക്കാൻ പാടില്ല. അവരിൽ നിന്ന് തന്നെ 3 വിഭാഗത്തിനെങ്കിലും കൊടുക്കൽ നിർബന്ധമാണ് എന്നതാണ് പ്രബലം. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു മിസ്കീനെ കണ്ടെത്തുക, ഒരു ഫക്കീറിനെ കണ്ടെത്തുക, ഒരു കടക്കാരനെ കണ്ടെത്തുക, അങ്ങനെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വിടുന്നതല്ല. കുട്ടികൾക്ക് അഥവാ സക്കാത്ത് വാങ്ങുന്നത് കുട്ടിയാണ്, അവന് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വിടില്ല. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ഉണ്ട് റമദാൻ 25 രാവിലെ സക്കാത്ത് കൊടുക്കാൻ നീട്ടി വെക്കുന്നവർ, അതന്നെ ശരിയല്ല. സക്കാത്ത് നിർബന്ധമേലത് റമദാനിലേക്കോ 25 രാവിലേക്കോ ഒന്നും നീട്ടി വെക്കാൻ പാടില്ല. അതാ നിമിഷം കൊടുത്തോളണം, കൊടുത്താൽ നിസ്കരിക്കാൻ നിർബന്ധമായതുപോലെ. എന്നിട്ട് ഈ 25 വീട് വീടാന്തരം കയറി വരുന്ന കുട്ടികളുണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ, അന്തസ്സുള്ള നമ്മുടെ മക്കളെ ഈ സക്കാത്ത് വാങ്ങാനൊന്നും വീട് വീടാന്തരം കയറിപ്പോവാൻ പറഞ്ഞേക്കരുത്. അതൊക്കെ ഇസ്സത്ത് കുറവാണ്. അങ്ങനെ പോയി യാചിച്ച് വാങ്ങേണ്ടുന്ന ഒന്നുമല്ല സക്കാത്ത് എന്ന് പറയുന്നത്. അത് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മൾ സക്കാത്തിന് അർഹരാണോ, സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളവർ ഇങ്ങോട്ട് തരേണ്ടുന്നതല്ലേ. എന്നാൽ ഈ കുട്ടികൾ ഇങ്ങനെ രാവിലെ ആയാലും നമ്മുടെ നാട്ടിലൊക്കെ 25 രാവിലെ കുട്ടികൾ ഇങ്ങനെ അത് എന്ത് ചെയ്യും? അതിൽ സമ്പന്നര മക്കൾ, അതൊരു രസമായിട്ട് സമ്പന്നര മക്കളുണ്ട്, ഓരോ വീടും കയറി ഇറങ്ങും. അതായിക്കോട്ടെ, അവരെ നിരാശപ്പെടുത്തുന്നു വേണം. അവർക്കൊക്കെ എന്ത് ചെയ്യുക? സദക്കന്റെ പൈസ കൊടുക്കുക. സക്കാത്തിന്റെ പൈസ അത്തരം കുട്ടികൾക്ക് കൊടുത്താൽ സക്കാത്ത് വീടില്ല. അത് നമ്മൾ നന്നായി മനസ്സിലാക്കുക. കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കുക, ഫിത്ർ സക്കാത്തും ഇതേപോലെ തന്നെ അല്ലേ. അടുത്ത വീട്ടിൽ നിന്ന് നമ്മൾ ഫക്കീറാണെന്ന് മനസ്സിലാക്കി നമ്മുടെ വീട്ടിലേക്ക് സക്കാത്തുമായി വരില്ല അടുത്ത വീട്ടിലെ കുട്ടിയായിരിക്കും, പ്രായം തികയാത്ത കുട്ടിയായിരിക്കും, കീസിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ആയിട്ട് അരി ആയിട്ട് വരും അല്ലേ. അപ്പൊ നമ്മളത് വാങ്ങാൻ അർഹരല്ലെങ്കിൽ നല്ല നിലയ്ക്ക് അവരോട് പറയണം, മോനെ മോളെ ഞാൻ ഈ സക്കാത്ത് വാങ്ങാൻ അർഹനല്ല, നിങ്ങളുടെ സക്കാത്ത് വീടൂല, തിരിച്ചയക്കണം. ഇനി ആ കുട്ടിൻ്റെ അടുത്ത് നമ്മുടെ സക്കാത്ത് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറ്റുമോ? അത് കുട്ടിയാണ്, സക്കാത്ത് വീടൂല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെയോ, അപ്പൊ ഈ ഫിത്ർ സക്കാത്ത് അർഹരുടെ കൈകളിൽ എത്തിക്കൽ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ എന്താണ് ഒരു നിർബന്ധ കർമ്മമാണ്, അത് നമ്മൾ ചെയ്തോളണം. അപ്പൊ നമ്മുടെ സക്കാത്ത് നിയ്യത്തൊക്കെ വെച്ച് നമ്മുടെ സക്കാത്ത് ഒരു കുട്ടിന്റെ കയ്യിൽ കൊടുത്തേക്കുന്നതിന് കുഴപ്പമുണ്ടോ? അതില്ല. സക്കാത്ത് സ്വീകരിക്കാനാണ് പാടില്ലാത്തത്. നമ്മുടെ പിന്നെ കൊടുക്കേണ്ട സക്കാത്ത് നമുക്ക് എന്തെങ്കിലും കുട്ടികൾ മുഖേന കൊടുത്തേക്കൊക്കെ ചെയ്യാം. ഇതുപോലെ സക്കാത്ത് കൊടുത്താൽ വീടാത്തവരാണ് ഭ്രാന്തന്മാർക്ക് സക്കാത്ത് കൊടുത്താൽ നമ്മുടെ സക്കാത്ത് വീടില്ല. അതുപോലെ തങ്ങന്മാർക്ക് സയ്യിദന്മാർക്ക് കൊടുത്താലും സക്കാത്ത് വീടില്ല. അവർക്കൊക്കെ നമ്മൾ സഹായിക്കണം. അവരിൽ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ സക്കാത്ത് അല്ലാത്ത നമ്മുടെ ഹലാലായ പണം കൊണ്ട് സഹായിക്കേണ്ടവരാണ് അഹ്ലു ബൈത്ത്. എന്നാൽ സക്കാത്ത് കൊണ്ട് അവരെ സഹായിക്കരുത്. എന്താണ് കൊടുക്കേണ്ടത്? നമ്മുടെ മുഖ്യ ആഹാരമായ അരിയാണ് കൊടുക്കുക. നാട്ടിലൊക്കെ അരിയാണ് കൊടുക്കുക. ഗോതമ്പത്തിനേക്കാളൊക്കെ നല്ലത് നാട്ടിൽ അരി കൊടുക്കലാണ്.
എന്നാൽ അതിൻ്റെ പണം കൊടുത്താൽ പറ്റും? പറ്റില്ല. സക്കാത്ത് വിടുകയില്ല. അത് ശ്രദ്ധിക്കുക. ഒരുപാട് സമയമായി. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമദാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പോരായ്മകളൊക്കെ അള്ളാഹു തആല പൊരുത്തപ്പെട്ട് തരട്ടെ. അള്ളാഹുവേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ-റാഹിമീനായ അള്ളാഹ്, ഞങ്ങൾ നിന്റെ പാപ്പികളായ സാധുക്കളായ അടിമകളാണ്. റഹ്മാനായ അള്ളാഹ്, ഞങ്ങൾക്ക് ചോദിക്കാൻ നീ അല്ലാതൊരു അള്ളാഹുല്ല, നീ അല്ലാതെ ഇലാഹില്ല, നീ അല്ലാതൊരു ഇലാഹില്ല. റഹ്മാനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊരുത്തപ്പെട്ട് തരണം. റഹ്മാൻ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മാതാപിതാക്കൾക്ക് നീ മാപ്പ് കൊടുക്കണം. റഹ്മാനെ, ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക് നീ മാപ്പ് കൊടുക്കണം. അള്ളാഹ്, ഞങ്ങളുടെ മക്കൾക്ക് നീ മാപ്പ് കൊടുക്കണം. റഹ്മാനെ, റഹ്മാനായ അള്ളാഹ്, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തണം. റഹ്മാനെ, കല്ലുപിടിയന്മാരാക്കരുത് അള്ളാഹ്, പെണ്ണുപിടിയന്മാരാക്കരുത് അള്ളാഹ്. സ്വതന്ത്ര ചിന്തയുടെയും നിരീശ്വരവാദത്തിൻ്റെയും പിന്നാലെ പോകുന്ന, അന്യമതസ്ഥരുടെ പിന്നാലെ പോകുന്ന മക്കളാക്കരുത് അള്ളാഹ്. ഞങ്ങളെ മക്കളെ നീ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിന്റെ ദീനിൻ്റെ അഹലുകാരായ സ്വാലിഹീങ്ങളായ മക്കളാക്കണം. റഹ്മാനെ, ഞങ്ങളെ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിയും നൽകണം. റഹ്മാനെ, അവരുടെ പരീക്ഷകളിലൊക്കെ അവർക്ക് ഉന്നത വിജയം നൽകണം. അള്ളാഹ്, പഠിച്ചു വളർന്ന് ഉന്നതങ്ങളിലെത്തി നല്ല കുടുംബജീവിതം നയിക്കുന്നതും നല്ല ജോലി ചെയ്യുന്നതും ഒക്കെ കാണാനുള്ള തൗഫീക്ക് തരണം. റഹ്മാനെ, റഹ്മാനായ അള്ളാഹ്, ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് രക്ഷ നൽകണം. റഹ്മാൻ, ഈ പരിശുദ്ധ റമദാനിൽ റമദാൻ വിട പറയുന്നതോടുകൂടെ അവർക്ക് നീ മോചനം നൽകണം. അള്ളാഹ്, അവരുടെ സങ്കടങ്ങൾക്ക് നീ പരിഹാരം നൽകണം. റഹ്മാൻ, ഭക്ഷണമില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, മരുന്നില്ലാത്തവർക്കൊക്കെ നീ നിന്റെ കാരുണ്യം ചെയ്തു കൊടുക്കണം. റഹ്മാൻ, അവരുടെ ശുഹദാക്കൾക്ക് നീ വലിയ പുണ്യം നൽകണം. റഹ്മാനെ, അർഹമുർ-റാഹിമീനായ അള്ളാഹ്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരിമാർ, അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണം. റഹ്മാനെ, നീ ശിഫയാക്കണം. റഹ്മാനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം. റഹ്മാനെ, വീടില്ലാത്തവർക്ക് ബറക്കത്തുള്ള വീട് നൽകണം. റഹ്മാനെ, കടങ്ങളെ കൊണ്ട് കുടുങ്ങി വരുന്നവർക്ക് നല്ല ഐശ്വര്യം നൽകി അവരുടെ കടങ്ങളൊക്കെ നീ വീട്ടിക്കൊടുക്കണം. റഹ്മാനെ, മക്കളുടെ വിവാഹം ശരിയാവാത്തവരുണ്ട്, ആൺകുട്ടികൾക്ക് സ്വാലിഹാത്തുകളെ ഭാര്യമാരെ നൽകണം. അള്ളാഹ്, പെൺകുട്ടികൾക്ക് സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നൽകണം. റഹ്മാനെ, അർഹമുർ-റാഹിമീനായ അള്ളാഹ്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, വലിയുമ്മമാരുണ്ട്, വലിയുപ്പമാരുണ്ട്, അമ്മായിമ്മമാരുണ്ട്, അമ്മോശന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്, മശായിഖന്മാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, പലരുമുണ്ട്, ഇഷ്ടജനങ്ങളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്. ഈ ഗ്രൂപ്പുകളിലൊക്കെയുള്ള പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. റഹ്മാനായ അള്ളാഹ്, അവരുടെയൊക്കെ ഖബറുകളെ നീ വിശാലമായി കൊടുക്കുക. ഖബറുകളെ നീ വിശാലമായി കൊടുക്കുക. അള്ളാഹ്, പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. റഹ്മാനെ, കണ്ണെത്താ ദൂരത്തേക്ക് ഖബറുകളെ വിശാലമാക്കി പ്രകാശമുള്ളതാക്കി കൊടുക്കുക. റഹ്മാനെ, അർഹമുർ-റാഹിമീനായ അള്ളാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് മരണപ്പെടണം. റഹ്മാനായ അള്ളാഹ്, നല്ലവരുടെ സാന്നിധ്യത്തിൽ വെച്ച്, നല്ല സ്ഥലത്ത് വെച്ച്, വുദൂഓടുകൂടെ ഞങ്ങൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ ദിക്ർ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ വന്ന് ചൊല്ലിത്തന്ന് അത് കേട്ട് പുഞ്ചിരിച്ച് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണം. റഹ്മാനെ, റഹ്മാനെ, ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളുടെ ചാരത്ത് ഖബറ് തരണം. അല്ലാഹ്, റബ്ബേ, മുബ്തദീങ്ങളുടെയോ കാഫിരീങ്ങളുടെയോ ചാരത്ത് ഖബറ് തരരുത്. അല്ലാഹ്, ഞങ്ങളുടെ ഖബറിലെ ശിക്ഷ നീ ഉയർത്തിക്കളയണം. റഹ്മാനെ, ഖബറിലെ ചോദ്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണം. റഹ്മാനെ, റഹ്മാനായ അള്ളാഹ്, ഖബറിൻ്റെ ശേഷമുള്ള കടമ്പകളൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലായിടത്തും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. ഞങ്ങളെ മാതാപിതാക്കളെ, ഭാര്യ, മക്കളെ, ഭർത്താക്കന്മാരെ, വേണ്ടപ്പെട്ടവരെ, ഇഷ്ടജനങ്ങളൊക്കെ നീ രക്ഷപ്പെടുത്തണം. അർശിൻ്റെ നിഴൽ തരണം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ആ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം തരണം. വലതു കൈയിൽ കിതാബ് കിട്ടുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും നീ പെടുത്തണം. റഹ്മാനായ അള്ളാഹ്, ഹിസാബില്ലാതെ രക്ഷപ്പെടുന്നവരെ കൂട്ടത്തിൽ പെടുത്തണം. സിറാത്ത് പാലം നരകം കാണാതെ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് വിട്ടുകിടക്കുന്ന സ്വാലിഹികളെ കൂട്ടത്തിൽ പെടുത്തണം. അർഹമുർ-റാഹിമീനായ അള്ളാഹ്, ഈ പരിശുദ്ധ റമദാനിൽ കോടിക്കണക്കിന് ആളുകളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. സാധുക്കളായ ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ പെടുത്തണം. അതെത്ര വലിയ പാപ്പികളാണെങ്കിൽ നീ കാരുണ്യവാനാൾ, നിന്നോടല്ലാതെ ഒരാളോട് പറയാനില്ല. റഹ്മാനെ, നരകത്തിൽ നിങ്ങളെ മോചിപ്പിക്കണം. നരകം കാണാതെ സ്വർഗത്തിലെത്തുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണം. റബ്ബേ, ജന്നാത്തുൽ ഫിർദൗസ് അത് ചോദിക്കാനൊന്നും ഞങ്ങളെ കയ്യിലില്ല. റഹ്മാനെ, നിന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട്, റമദാനിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് തരണം. അല്ലാഹ്, ഞങ്ങളെ തൗബ സ്വീകരിച്ചുകൊണ്ട് പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു എന്നുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് തരണം. അല്ലാഹ്, റബ്ബേ, സ്വർഗലോകത്ത് ഞങ്ങളുടെ ഭാര്യമാർ മഹദി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ,
സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം തരണം റഹ്മാൻ. ഞങ്ങൾക്കെല്ലാവർക്കും റബ്ബേ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുനിയാവിൽ സ്വപ്നത്തിൽ കാണാനും യഖ്ലത്തിൽ കാണാനും നാളെ ആഖിറത്തിൽ നേരിട്ട് കാണാനും കൈപിടിക്കാനും ഒക്കെ ഉള്ള വലിയ തൗഫീക്ക് തരണം റഹ്മാനെ. ഞങ്ങളതിന് അർഹരല്ല, നീ തൗഫീക്ക് തരണം റഹ്മാനെ. എല്ലാറ്റിനും ഉപരി ഞങ്ങളെ സൃഷ്ടിച്ച് നല്ല ഭാര്യമാരെത്തുന്നു, നല്ല ഭർത്താക്കന്മാരെത്തുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വർഗത്തിൻ്റെ താക്കോല് തന്നു, നല്ല ജോലി തന്നു, നല്ല വീട് തന്നു, നല്ല മക്കളെ തന്നു, കണക്കില്ലാത്ത നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് നന്ദി ചെയ്യാൻ മറന്നുപോയവരാണ്. അൽഹംദുലില്ലാ, ഞങ്ങളെ നന്ദിയുള്ളവരിൽ പെടുത്തി റബ്ബെ. നിന്നെ കാണാനുള്ള ഭാഗ്യം തരണം അല്ലാഹ്. നിന്റെ ലിഖാ കണ്ട് ആസ്വദിക്കാനുള്ള ഭാഗ്യം തരണം അല്ലാഹ്. നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. റഹ്മാനായ അല്ലാഹ്, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കരുത് റഹ്മാൻ. ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഖുർആൻ ഓതാനും ഇത്തിക്കാഫിരിക്കാനും തറാവീഹ് നിസ്കരിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ തൗഫീക്ക് തരണം റഹ്മാനെ. റബ്ബേ, എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരെയും നീ പ്രത്യേകം ആദരിക്കണം റഹ്മാനെ. പ്രത്യേകം അവർക്ക് ബറക്കത്ത് ചെയ്ത് കൊടുക്കണം റഹ്മാനെ. പ്രത്യേകം അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണം അല്ലാ. രോഗങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണം അല്ലാ. വേദനകൾക്കൊക്കെ നീ ശമനം നൽകണം അല്ലാ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.